ഷാജിയേട്ടാ നമസ്കാരം. 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 ചേട്ടാ, ഏതാണ്ട് ഒരു 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് ആ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിൽ സി പി എമ്മിന്റെ സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞു. ആ അപ്പോ വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ സമൂഹത്തെക്കുറിച്ചും വല്ലാത്ത സ്നേഹമാണ് ഗോവിന്ദന്റെ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ആ പത്രപ്രവർത്തകർ ചോദിച്ചു, സുപ്രീം കോടതി വിധി നിങ്ങൾ അന്ന് നടപ്പാക്കിയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ അത് കഴിഞ്ഞ കഥയല്ലേ, അതിനെക്കുറിച്ച് ഇനി ഇപ്പൊ പറയണോ എന്നൊക്കെ ഗോവിന്ദൻ വഴുതി മാറി. ഉം, ചേട്ടാ, സി പി എം പോലൊരു പാർട്ടി ഉം. ഇത്തരത്തിൽ ഭൂരിപക്ഷ സമുദായത്തിനെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ എടുക്കുന്ന ഇത്തരത്തിലൊരു നീക്കം, അതായത് ഇങ്ങനെ അവരെ ഭൂരിപക്ഷ സമുദായത്തിന് ശബരിമല അയ്യപ്പ ഭക്തർ അങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ ഒരു വൻ കപടത ഒളിച്ചിരിക്കുന്നില്ലേ? തീർച്ചയായും അത് ഒളിച്ചിരിക്കുന്നു മാത്രമല്ല, അതിൽ ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇനി കേരള രാഷ്ട്രീയത്തിലുള്ള അതിന്റെ രാഷ്ട്രീയമായ അസ്തിത്വവും പ്രസക്തിയും എന്താണെന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം. അതാണ് എന്താണ് CPM എന്നൊരു പാർട്ടിയുടെ രാഷ്ട്രീയമായ അസ്തിത്വം, ഇനി അതിന്റെ പ്രസക്തി എന്താണ്? സാധനം അങ്ങനൊരു സംഭവമില്ല, അത് തീർന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നിർത്തുന്നത്, മറ്റ് ജനാധിപത്യ പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിലനിർത്തുന്ന ഏക പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകം നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ പ്രധാനപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആധാരം എന്ത് എന്ന് അന്വേഷിക്കുന്നിടത്താണ്. ഈ ആധാരം അന്വേഷിക്കുന്നതിലൂടെയാണ് അതിന്റെ അർത്ഥം എന്താണ്, അത് സാമൂഹ്യവും രാഷ്ട്രീയവുമായ കാരണങ്ങളാലാണ് നിങ്ങൾ ഓരോ ആളുകളും പ്രതിസന്ധിയെ നേരിടുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന്, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യതിരിക്തമായി നിർത്തുന്ന സുപ്രധാനമായിരിക്കുന്ന ഘടകം അതാണ്. മറ്റു പാർട്ടികൾക്കെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പം ഭൂരിപക്ഷമായിരിക്കുന്ന ഒരു ഹിന്ദു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളത് BJPക്ക് അതാണ് ഏറ്റവും പരമപ്രധാനമായ സംഭവം എന്ന് പറയാം. അതേപോലെ തന്നെ മറ്റു പാർട്ടികൾക്ക് അത് പറയാം. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഇത് എപ്പോഴും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗം ചികിത്സിക്കുന്നതിന് സാധാരണ പറയാറുള്ള 3 മാർഗങ്ങളുണ്ട്. നമുക്ക് ആയുർവേദ ചികിത്സ നടത്താം, അലോപ്പതി ചികിത്സ നടത്താം, ഹോമിയോപ്പതി ചികിത്സ നടത്താം. പക്ഷേ നിങ്ങൾ എത്ര ഇല്ലിറ്ററേറ്റ് ആയിരിക്കുന്ന ആളായാൽ പോലും നമ്മുടെ സമൂഹത്തിനകത്ത് അവർ ആദ്യഘട്ടങ്ങളിൽ വൈദ്യരുമാരെയായിരുന്നു കാണിച്ചിരുന്നെങ്കിൽ അത് മാറി 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 വന്ന് ഇപ്പൊ കൃത്യമായി അലോപ്പതി ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് രോഗത്തിനുള്ള കാരണം എന്ത് എന്ന് കണ്ടെത്തുകയും ആ കാരണത്തിലുള്ള മരുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതോടെ പരിഹരിക്കാവുന്ന അസുഖമാണ് എങ്കിൽ ആ അസുഖം അലോപ്പതി ഡോക്ടറിലൂടെ മാറ്റി തീർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് സാമൂഹ്യപരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കകത്ത് ഗൗരവതരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ രീതി. അതാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു രീതിയെ, അതിന്റെ നിലപാടുകളെ മുഴുവൻ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഈ എം വി ഗോവിന്ദനെ പോലത്തെ പടുവിഡ്ഢിയെല്ലാം പബ്ലിക്കിനോട് സംസാരിക്കുന്നതിനും അയാൾ വാസ്തവത്തിൽ അയാൾ എങ്ങനെയാണ് ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്നത്? അയാൾ എങ്ങനെയാണ് ആ പാർട്ടിക്ക് അത് പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കാൻ അയാൾക്ക് എന്ത് രാഷ്ട്രീയവും ധാർമ്മികവുമായ അവകാശമാണ് അയാൾക്കുള്ളത്? ഇതിനേക്കാൾ പ്രധാനമായി വരുന്നൊരു വിഷയം എന്താണെന്നറിയോ? ഈ കേരളത്തിനകത്ത് ഇപ്പൊ എന്റെ നാട്ടുമ്പുറങ്ങളിലകത്ത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയോടുകൂടി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന 2-3 പേരുകളുണ്ട്. അതിലൊന്ന് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരാണ്. ആ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ച് സാധാരണ ഇപ്പൊ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഒരാളാണ് അയാൾ. അതിൽ ഏറ്റവും പ്രധാനമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു പേരാണ് ഡബിൾ ചെങ്കൻ എന്ന പേരിൽ ഇയാൾ അറിയപ്പെട്ടു. പിന്നെ പറഞ്ഞു കപ്പിത്താനാണെന്ന് വിളിച്ചു ഇയാളെ. പിന്നെ പറഞ്ഞു കാരണഭൂതൻ എന്ന് വിളിച്ചു. പിന്നെ പറഞ്ഞു എന്താണ് ക്യാപ്റ്റൻ എന്ന് വിളിച്ചു. ഇങ്ങനെ ഒരുപാട് എന്താ പറയാ വിശേഷണങ്ങൾ ഇയാൾ കൊടുത്തു. ഇപ്പൊ എന്റെ നാട്ടിൻപുറത്തിലെ പലരും ഇപ്പൊ വിളിക്കുന്നത് എന്താണെന്നറിയോ? ഇയാളെ വിളിക്കുന്നത് പലരും തമാശക്ക് പറഞ്ഞത് എന്താ അറിയോ? ഇയാൾ കേരളത്തിലെ അയ്യപ്പന്മാരുടെ ഗുരുസ്വാമിയായി മാറുകയാണ് ചെയ്ത് ഇയാൾ. അവിടെ ഇയാളെ ഇനി വിളിക്കേണ്ടുന്ന പേരെന്താണെന്ന് നാട്ടുകാർ പറയുന്നത്. ഇയാളെ വിളിക്കേണ്ടുന്ന പേര് ഗുരുസ്വാമി വിജയൻ എന്നാണ്. ഗുരുസ്വാമി വിജയൻ എന്ന് വിളിക്കണം ഇയാളെ. അതുപോലെ ഗോവിന്ദനെ വിളിക്കേണ്ടുന്ന പേരെന്താന്ന് പറയും? വിളിക്കുന്നത് അയാൾ എന്തായി മേൽശാന്തിക്കാരനായി മാറി. അപ്പൊ ഇങ്ങനെ വിളിക്കപ്പെടാൻ ഇത് വിളിക്കുന്ന വേറെ ആരുമല്ല, പാർട്ടിക്കാരാണ് മിസ്റ്റർ അയ്യപ്പദാസ് വിളിക്കുന്നത്. ഇങ്ങനെ വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പാർട്ടിയെ കൊണ്ട് നിർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് രാഷ്ട്രീയമായിരിക്കുന്ന പ്രസക്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇനി പൊതുസമൂഹത്തിലുള്ളത്? ഇതിനാണ് മറുപടി പറയേണ്ടത്. അത് കഴിഞ്ഞ കാലമല്ലേ എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ വിധിയുടെ ബടായി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു സുപ്രധാനമായിരിക്കുന്ന കാര്യക്ക് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മന്ത്രിയില്ലേ, VN വാസവൻ എന്ന് പറഞ്ഞൊരു മന്ത്രി. ആ മന്ത്രിയുടെ മെഞ്ഞായത്തെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വാർത്ത ഏതാണ്? അമ്മു അമ്മിണിയെ ഇതിനകത്തേക്ക് ക്ഷണിക്കില്ല. അമ്മു അമ്മിണിയെ ഇതിനകത്ത് ക്ഷണിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇതിന് മുൻപേ അമ്മു അമ്മിണിയെ ഈ പറയുന്ന സ്ഥലത്തേക്ക് പറഞ്ഞേച്ചത് ആരായിരുന്നു എന്നൊരു ചോദ്യം വരികയാണ് അവിടെ. ബിന്ദു അമ്മിണി. അപ്പൊ ആ ബിന്ദു അമ്മിണി എന്ത് ചെയ്യാന്ന് ഇവർ ഉപയോഗിച്ച തള്ളിക്കളയാണ് ചെയ്തത്.
എന്തിനായിരുന്നു ഈ റോഡിൽ അവർക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥ അല്ല ഏട്ടാ, അത് ഉപയോഗിച്ചു എന്ന് വാസവൻ ഇതിലൂടെ വ്യക്തമാക്കുന്നു. വ്യക്തമാക്കുന്നു. അപ്പൊ അതുകൊണ്ട് വാസവൻ ഇപ്പൊ പറയുന്ന ന്യായം എന്താ? ഈ തവണത്തെ പരിപാടിക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നില്ല, ഞങ്ങൾ വിളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾ സത്യത്തിൽ ആരുടെ കൂടെയാണ് ചോദ്യം. വോട്ട് മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്ന ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് മാത്രം വാങ്ങാനുള്ള തട്ടിപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പിരിച്ചുവിടേണ്ട കേരള ഘടകം പിരിച്ചുവിടണം? ശരിക്കും ഞാൻ വളരെ ക്ഷുഭിതരായി പറയാണ്, കേരള ഘടകം പിരിച്ചുവിടണം. കാരണം ഇതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംസ്ഥാന ഘടകമായി നിൽക്കാനുള്ള രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന യാതൊരു അവകാശവും ഇതിലില്ല എന്നുള്ളതാണ്. ഇത്ര ഭീകരമായ രീതിയിൽ ഇതിനെ ആക്ഷേപിക്കുകയും പരിഹരിക്കുകയും ചെയ്യാൻ ഒറ്റ കാരണമല്ലേ ഉള്ളൂ മിസ്റ്റർ അയ്യപ്പദാസ്. ഈ പറയുന്ന മുഖ്യമന്ത്രിയും കുടുംബവും പെട്ടിരിക്കുന്ന വാരിക്കുടിക്കകത്ത് നിന്ന് രക്ഷപ്പെടാനാവാതിരിക്കുമ്പോൾ BJPയുടെ കാലിൽ പോയി സറണ്ടർ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഈ BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി വരാവുന്ന ഒരു എന്താ പറയുക ഹിന്ദു പൊതുബോധത്തെ നിർമ്മിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ ഭാഗമായി ഹിന്ദു പൊതുബോധത്തെ നിർമ്മിക്കുന്നു. ഈ ഹിന്ദു പൊതുബോധത്തെ നിർമ്മിക്കാനാണോ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു പാർട്ടി 1964 ഉണ്ടായത്? BS മരിച്ചുപോയത് ഭാഗ്യം, BS മരിച്ചുപോയത് മാർഗം. ഇല്ലെങ്കിൽ ചെരുപ്പിന്റെ വാറോലേറ്റ് അടിക്കുമായിരുന്നു ഇവരൊക്കെ. BS ചെരുപ്പിന്റെ വാറോലേറ്റ് അടിക്കുമല്ലോ. എന്ത് തമ്മാടിത്തോ ചെയ്യാമെന്നാണോ പാർട്ടിയുടെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ? അപ്പൊ ഇത് ഒരാൾ പറയുമ്പോൾ ഞാനിത് ഇത്ര വൈകാരികമായി പറയാനുള്ള കാരണം എന്താ പറഞ്ഞാൽ, നിങ്ങൾ പൊതുസമൂഹത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ വൃത്തികേട് ഏതാണ്? ഈ കേരളത്തിലെ മുഴുവൻ എത്ര ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ എത്രത്തോളം ബ്രാഞ്ച്, 34,000 ബ്രാഞ്ചുകളുണ്ട് ഈ വാസ്തവത്തിൽ ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക്. ഇത്രയും വരാവുന്ന ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് ഓഫീസുകൾ മുഴുവൻ തന്നെ ചെയ്യാത്തത് വേണം പറയുന്നത് അയ്യപ്പ സേവാ മഠങ്ങളുടെ സമിതികളാക്കി മാറ്റി പുനർനാമകരണം ചെയ്യണം. ഇവർ അത് മുഴുവൻ പുനർനാമകരണം ചെയ്യണം. ലോക്കൽ കമ്മിറ്റികൾ ഉണ്ടാക്കി മാറ്റുന്ന അയ്യപ്പ സേവാ മഠത്തിന്റെ ആസ്ഥാനങ്ങളാക്കി മാറ്റണം. ഏരിയ കമ്മിറ്റി അങ്ങനെ മാറ്റണം, DC മാറ്റണം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി AKG സെന്റർ ഒരു പേര് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇവിടെയാണ് AK സെന്ററിന്റെ പേര് മാറ്റുക എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ഓർമ്മയിലേക്ക് വരികയാണ്. എക്സാലോജിക്കിന്റെ സംഭവം വരുന്ന സമയത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കള്ളക്കമട്ട കമ്പനിക്ക് അഡ്രസ് കൊടുക്കാൻ AKG സെന്ററിന്റെ പേര് ഉപയോഗിച്ചിട്ട് ഇപ്പോഴും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന ലോകത്തിലെ ഏതെങ്കിലും ഒരു വൃത്തികെട്ട മനുഷ്യരുണ്ടെങ്കിൽ, ഒരു വൃത്തികെട്ട അത് ഈ പറയുന്ന ഈ ഗുരുസ്വാമി വിജയനും ആ കുടുംബവും മാത്രമാണ്. വേറെ ആരാ ഉണ്ടാവുക? ലോകത്തിൽ ഏതൊക്കെ ഒരാൾ ഉണ്ടാവും? ഇപ്പൊ ഇത്ര വൃത്തികെട്ട ഇതൊരു കാര്യം ചെയ്തിട്ട് അതിന്റെ കൂടെ ചർച്ച പോലും ഇല്ല ഇവിടെ. അതിന്റെ കൂടെ ചർച്ചയില്ല. പകരം അസംബന്ധങ്ങളായ ഒരുപാട് അശ്ലീലമായ സംഭവങ്ങൾ ചെയ്തിട്ട് രാഷ്ട്രീയ വിഷയങ്ങളെ മറച്ചു പിടിക്കുക എന്ന സ്ട്രാറ്റജിയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇപ്പൊ വളരെ ഗംഭീരമായി ഈ പറയുന്ന CPM-നകത്ത് ഈ പറയുന്ന ഗുരുസ്വാമിയും ഈ പറയുന്ന എന്താ പറയാ നമ്മളെ എന്താ പറയാ മേൽശാന്തിക്കാരനായിരിക്കുന്ന പാർട്ടി സെക്രട്ടറിയും കൂടി ചേർന്നിട്ട് ഇപ്പൊ ചെയ്യുന്ന സംഭവം. ഇതിനെല്ലാം ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ആരാണ്? ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന നാരായണ ഗുരുവിന്റെ പേരിലുള്ള SNDPയുടെ നേതാവായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അല്ലേ? ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാസ്തവത്തിൽ ആരാണ്? ഈ ഗുരുസ്വാമി ആയിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പരികർമ്മി മാത്രമായി അയാൾ ചുരുങ്ങുകയാണ് ചെയ്തത്. പരികർമ്മി മലബാർ ഉപയോഗിക്കുന്ന വാക്കാണ് പരികർമ്മി. ഈ പരികർമ്മിയായി മാത്രമേ ഈ വെള്ളാപ്പള്ളി നടേശൻ ചുരുങ്ങുകയും ചെയ്തു. പാദസേവകൻ അല്ലെ? പാദസേവൻ. അത് നമ്മളവിടെ ഉപയോഗിക്കുന്ന വാക്ക് പാദസേവൻ എന്ന് മാത്രമേ പരികർമ്മി എന്താന്ന് വിളിക്കരുത്. പരികർമ്മി ഈ പരികർമ്മിയായിട്ട് അധപ്പതിക്കുന്ന പറഞ്ഞാൽ നാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സെന്റൻസ്, നാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ആശയം ഇയാൾ കേരളത്തിൽ ഇന്നേ വരെയായിട്ട് ഈ പറയുന്ന വെള്ളപ്പള്ളി നടച്ച പറഞ്ഞിട്ടുണ്ടോ? പറയുന്നിടത്ത് എല്ലാം തന്നെ മറ്റു മതങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഹിന്ദു ഓറിയന്റഡ് ആയി സംസാരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്നത്. അതല്ലടോ നാരായണ ഗുരു പറഞ്ഞത്, അല്ല. അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യര്. നാരായണ ഗുരു പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിരുന്നു സന്തതി, നരജാതിയിൽ ഓർക്കുകയിൽ ഒരു ജാതിയിലുള്ളതാ. ഇത് പറഞ്ഞിരിക്കുന്ന നാരായണ ഗുരുവിന്റെ ആളാണ് പോയിട്ട് മലപ്പുറത്ത് പോയിട്ട് എന്ത് പ്രസംഗിക്കുന്നത്? എൻറ്റയർ മുസ്ലിം ആണെന്ന് തീർച്ചയായും വിശദീകരിക്കാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ചമക്കുന്നു. ആ വ്യാഖ്യാനങ്ങൾ ചമക്കുമ്പോൾ മുഖ്യമന്ത്രി അതിനെന്ത് കൊടുക്കാണ്? അതിനാണ് ശരിക്കും അയാൾ അതിന് വളമിട്ട് കൊടുക്കുകയാണ്. അത് അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല എന്ന് ഇയാളൊരു ജാമ്യം കൊടുക്കുകയാണ്. സത്യത്തിൽ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് കേരളത്തിനകത്ത് BJP-യിലേക്കുള്ള ഒരു പാളം ഇട്ടിട്ട് ആ പാളത്തിലൂടെ യാത്ര ചെയ്ത് പൊതുജനങ്ങളെ കബളിപ്പിക്കുകയും പറ്റിക്കുകയുമാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ ഏർപ്പാടിലെ വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇത് ഇവിടെ വരുന്ന ഒരു വളരെ സുപ്രധാനമായിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല്, ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോഗ്യ വാസ്തവത്തിൽ എന്തില്ല ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ നിലവിലില്ല. അത് മാത്രവുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന് പ്രത്യേകിച്ചുമില്ല. അതിനുള്ള ഏക കാരണക്കാരനാരാണ്? ആ കാരണക്കാരൻ ഈ ഗുരുസ്വാമി വിജയനും കമ്പനി ചേർന്ന് നടത്തിയിരിക്കുന്ന തീവട്ടിക്കൊള്ളയുടെ ഭാഗമാണ്. ഈ തീവട്ടിക്കൊള്ളയുടെ ഭാഗത്ത് നിന്ന് ഇത് രക്ഷ നേടണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. എന്താ മാർഗം? ഈ പറയുന്ന അയ്യപ്പോ ഇങ്ങനൊരു അസംബന്ധം ആലോചിക്കുന്നേ. അവരുടെ വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെയും അല്ല പ്രശ്നം. അത് അല്ല.
ഇത് ചെയ്യാൻ നിങ്ങളുടെ ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് കൊടുത്തിരിക്കുന്നത് ഈ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ആക്കുന്ന MA രവി വാസു എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? എന്തിനാണ് അയാൾ ഇരിക്കുന്നത്? അയാളുടെ പേരിന് അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് അയാൾ ചുരുങ്ങി പോവുകയാണ് ചെയ്തത് അല്ലേ? സത്യത്തിനെതിരായി സംഭവിച്ചല്ലേ? ഷാജിയുടെ എന്റെ സംശയം ഇത് ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ പിന്നെ വിശ്വാസ സമൂഹത്തിനോട് CPM എന്താണ് ഇത്ര കണ്ട് ഒരു ആഭിമുഖ്യം? വിശ്വാസ സമൂഹത്തിനുള്ള ആഭിമുഖ്യമല്ലെന്ന്, ഇത് ജയിക്കാനുള്ള തട്ടിപ്പാണെന്ന്. വേറെ എന്തെന്ന്? അതായത് കേരളത്തിലെ പൊതുമണ്ഡലത്തിനകത്ത് BJP വർഷങ്ങളായി അല്ലെങ്കിൽ RSS വർഷങ്ങളായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഹിന്ദു യൂണിറ്റിയുടെ ഒരു വലിയ വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്കിനകത്തേക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു സർക്കാർ സംവിധാനത്തെ അവരുമായി ബന്ധമുണ്ടാവാൻ, ചരിത്രപരമായും രാഷ്ട്രീയമായും ബന്ധമുണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഘടനയുടെ അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടെന്ന് പറയാവുന്ന ഒരു ഗവൺമെന്റിനെ എന്ത് ചെയ്യാണ് ഇതിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നയിക്കുന്നതിന് വരാവുന്ന സമീകരണം എവിടെയാണ്? സമീകരണം ഒന്നിൽ മാത്രമാണ്. ഈ ചെങ്കൊടിയുടെ നിറം എന്ത് ചെയ്യാണ്? ക്രമേണ മങ്ങുന്നു. ചെങ്കൊടിയുടെ നിറം മങ്ങുമ്പോൾ അത് കാവ്യായി മാറുന്നു. അങ്ങനെ ചെങ്കൊടിയുടെ നിറം മങ്ങി കാവ്യയിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജന്റായി വാസ്തവത്തിൽ ആര് മാറുകയാണ്? ഈ ഗുരുസ്വാമി എന്നിപ്പോ ഈ പിണറായിക്കാരടക്കം ആക്ഷേപിക്കുക, വിളിക്കുന്ന, പരിഹസിക്കുന്ന ഇയാൾ മാറി എന്നുള്ളതാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ദുരന്തം. അതാണത് ഏറ്റവും വലിയ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ദുരന്തമാണത്. ഇത്തരമൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ദുരന്തത്തോട് ആരാണ് റിയാക്ട് ചെയ്യേണ്ടത്? CPM-ലുള്ളവൻ മാത്രമല്ല റിയാക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് അതായത് ജനാധിപത്യവും പൗരബോധവും ഉണ്ടായിരിക്കുന്ന പൊതുസമൂഹത്തിനകത്ത് മുഴുവൻ ആളുകളും ഇതിനെ സംസാരിക്കേണ്ടതാണ് സാധ്യത. കാരണം ഇതൊരു ഇതല്ലാതെ ബി ജെ പി ആഗ്രഹിക്കുന്ന ഒരു സാധനം, രാഷ്ട്രീയ സ്വയംസേവക സംഘം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, അത് വളരെ ഭംഗിയായി ഇതിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിന്റെ കൈക്കാരനായി ജിയാൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല എന്താണ് ഇതെന്താണ് ഈ വാസ്തവ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കാശ് കൊടുത്ത് 1700 പോലീസുകാരുടെ അകമ്പടി ഉണ്ടാക്കി നാട് മുഴുവൻ തന്നെ തീവട്ടിക്കൊള്ള നടത്തി ഒരു കാരണവശാലും സംസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന പൂർണ്ണ ബോധ്യമില്ലാതിരിക്കുമ്പോൾ പരസ്യമായി കൊണ്ടുപോയി ഇറക്കുന്ന ഒരു കാർഡാണ് ഏത്? ആഗോള അയ്യപ്പന്മാരുടെ മഹാസംഗമം നടത്തുകയാണ്. ഇത് നടത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാവുന്നത്? ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒറ്റ ഉത്തരമേ ഉള്ളൂ. വിശപ്പ് എന്തുകൊണ്ട് നിനക്കുണ്ടാവുന്നു? കൂലിയടിമത്തത്തിൽ നിന്ന് തൊഴിലാളിയിലേക്കും തൊഴിലാളിയിൽ നിന്ന് അതിന്റെ അവകാശബോധത്തിലേക്കും നിന്നെ വളർത്തിയെടുത്തത് ഏതെങ്കിലും വിശ്വാസമാണോ? ഇതാണ് ചോദ്യം. ഒരിക്കലും വിശ്വാസമല്ല, മറിച്ച് അവിടെ സമരമാണത്. ആ സമരത്തിന്റെ ഒരു തീഷ്ണമായ സമരജ്വാല കെട്ടഴിച്ചുകൊണ്ടിരിക്കുന്ന VSL ഇപ്പൊ ഈ അടുത്ത് മരിച്ചത്. അപ്പൊ ഇങ്ങനെ വരാവുന്ന സാമൂഹികവും രാഷ്ട്രീയവും വായിക്കുന്ന ചരിത്രബോധം അറിയില്ല. കാരണം ഇയാൾക്കൊരു മണ്ണാങ്കട്ടി അറിയില്ല. ഇയാൾക്ക് ഒരു മണ്ണാങ്കട്ടി അയാൾ വായിച്ചിട്ടോ പഠിച്ചിട്ടോ ഒന്നുമില്ല. ഇതിന് പറ്റിയിരിക്കുന്ന കുറെ ഷണ്ടന്മാരായിരിക്കുന്ന യൂത്തിന്റെ ചെറുപ്പക്കാർ ഇയാൾ ഉണ്ടാക്കി വെച്ചു. അതിന് പകരം എന്താണ് അവർ ഇത് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ചുരുക്കത്തിലേക്ക് എത്താം. അല്ലെ, അതുകൊണ്ട് സംഭവം കേരളത്തിനകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പറയുന്ന മഹാപരാധം കേരളീയ പൊതുസമൂഹത്തോട് ചെയ്യിക്കുന്ന മഹാപരാധത്തിന് ഈ പാർട്ടി വാസ്തവത്തിൽ പിരിച്ചുവിടപ്പെടേണ്ട പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇയാളെ വാസ്തവത്തിൽ പുനർനാമകരണം നാട്ടുകാർ ചെയ്ത് വെക്കുന്ന പുനർനാമകരണം ചെയ്യേണ്ടത് ഗുരുസ്വാമി വിജയൻ എന്നുള്ള പേര് ഇയാൾക്ക് പുനർനാമകരണത്തിലൂടെ ഇയാൾക്ക് നൽകേണ്ടതാണ്. മറുഭാഗത്ത് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ അയാൾ എന്താക്കി മാറ്റുന്നു? അയാൾ മേൽശാന്തിയായി അയാൾ വിളിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. ഇനി ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ് ഇവിടെയാണ് വ്യത്യാസമുള്ളത്? ഇവിടെ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. അവിടെ സാമൂഹ്യമായിരിക്കുന്ന ഒരു ചരിത്ര വീക്ഷണം ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടിയെ, അതിനെ ചരിത്ര വീക്ഷണത്തെ മുഴുവൻ തന്നെ നിരാകരിക്കുന്ന, അതിന്റെ പ്രദേശാത്രപരമായ മുഴുവൻ നിലപാടുകളെ നിരാകരിക്കുന്ന ഒറ്റൊരു സംഭവം കൂടി ഞാൻ അവസാനിപ്പിക്കാം. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ്. ഈ അടവും തന്ത്രവും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥിരമായി പറഞ്ഞ ഈ അടവും തന്ത്രവും പ്രയോഗിക്കുന്നത് എന്ത് അടവാണ് വാസ്തവത്തിൽ ഈ അയ്യപ്പ മഹാസംഗമം നടത്തുന്നതിലൂടെ ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിരിക്കുന്ന രണ്ടാളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്ത് അടവാണ്? എന്ത് തന്ത്രമാണ് ഈ സാധനം? ഇതിന് മറുപടി പറയണം. ഇതിന് മറുപടി പറയാതെ ഈ പറയുന്ന ആളുകളുടെ മൗനാനുവാദത്തോടു കൂടി സംഭവം നടത്തിയിട്ട് നാട്ടിനകത്ത് തൊഴിലാളി വർഗത്തെ, അതായത് നമ്മുടെ പൊതുമനുഷ്യരുടെ കൂട്ടിയോജിപ്പിക്കുന്നതിന് പകരം മതകീയമായ സ്പർദ്ധയുണ്ടാക്കി ഭിന്നിപ്പിക്കുന്ന ഈ ഏർപ്പാടുകളെടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരായ ഈ കക്ഷികളെ തുറന്നു കാണിക്കാനുള്ള യഥാർത്ഥമായിരിക്കുന്ന ഒരു പൊതുബോധവും ജനാധിപത്യ ബോധവുമാണ് വാസ്തവത്തിൽ ഉയർന്നു വരുന്നത്. അതാണ് വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ബദൽ എന്ന് പറയുന്ന സംഭവം. ഇതാണ് വളർന്നു വരേണ്ടതെന്നുള്ളതാണ് മിസ്റ്റർ അയ്യപ്പദാസ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം.